കാണാൻ ലുക്കിൽ നല്ല ഒന്നാം തരമായിരിക്കണം. ടേസ്റ്റിലോ ഒട്ടും കോംപ്രമൈസ് പാടില്ല. എന്നാൽ ചിലവ് ഏറ്റവും കുറഞ്ഞിരിക്കണം. ഇതാണ് നിങ്ങളുടെ ഡിമാൻഡെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, 1.5 കിലോ ചിക്കനിൽ നിന്നും ഏകദേശം 15ഓളം പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേസ്റ്റേജ് അത്രയും തന്നെ കുറവാണ്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫ്ലഷി ആയിട്ടുള്ള മാംസമാണ് ബോൺലെസ് ചിക്കനിൽ നമുക്ക് കിട്ടുക. ഇനി ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്ത് ഒരുപാടൊന്നും മസാല വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. ഒരല്പം മുളക് പൊടി അല്ല, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർക്ക് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്നിനുമല്ല, ഫോർക്കിൻ്റെ ആ മുനപൂറുള്ള ഭാഗം ചിക്കൻ്റെ പീസുകളിലേക്ക് ഒന്ന് കയറി ഇറങ്ങിക്കോട്ടെ. എന്തിനാണെന്നല്ലേ, മസാലയിലേക്ക് ഇടുമ്പോഴത്തേക്കും ഏറ്റവും നന്നായിട്ട് മസാല പിടിക്കാനുള്ള നല്ല അടിപൊളി ഒരു ടെക്നിക്കാണ് കേട്ടോ അത്. ഇതുപോലെ കോർത്ത് വരുമ്പോൾ അറിയാണ്ട് തന്നെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളും. ഇനി ഇതുപോലെ 1 കിലോ ഉള്ളിയെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ അരിഞ്ഞിരിക്കുന്നത്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിന്. ഇനി ഇതിലേക്ക് ഇടുന്ന സാധനം എന്താണെന്നല്ലേ, പഞ്ചസാരയാണ് കേട്ടോ, ഉപ്പല്ല. എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്ന ഉള്ളികളെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് പഞ്ചസാര ഉപയോഗിച്ച് ഇതുപോലൊന്ന് മാരിനേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലൊന്ന് മാരിനേറ്റ് ചെയ്ത് ഈ ഓരോ സവാളയുടെ പീസുകളെയും ഓരോന്നോരോന്നായി അടർത്തിയെടുത്തിട്ട് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കൊന്ന് ഇട്ട് നോക്കി. ഈ കാണുന്നത് പോലെ വളരെ നിസ്സാരമായ സമയം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനിലേക്ക് ഇടാൻ ആവശ്യത്തിനുള്ള ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സീനാണ് കേട്ടോ ഈ കാണുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. കണ്ടില്ലേ, നമ്മൾ പഞ്ചസാര ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒരേപോലത്തുള്ള നിറത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഓണിയനെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിച്ചത്. ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ കൂടി നിരത്തി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഫ്രൈ ചെയ്ത് വരേണ്ടത്. ഈ ഒരു സൈഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ വശങ്ങളും ഒന്ന് ഫ്രൈ ആയി വരണം. എന്ന് വെച്ചാൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ഷാളോ ഫ്രൈ മാത്രം ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ 4 വശങ്ങളുടെയും നിറം ഒന്ന് മാറിക്കിട്ടണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 2 വശങ്ങളും നല്ല അടിപൊളിയായിട്ട് ഷാളോ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത പീസിനെ വേഗം ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചോളൂ. ആവശ്യത്തിനധികമുള്ള എണ്ണയെ മാറ്റി വയ്ക്കാം കേട്ടോ. ബാലൻസ് ഉള്ള എണ്ണയിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടതിന് ശേഷം വേഗം തന്നെ തീ ഓഫ് ചെയ്തോളൂ. ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. എരിവുള്ളതും എരിവില്ലാത്തതുമായിട്ടുള്ള മുളകുകൾ ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോൾ കറിക്ക് എരിവും നിറവും കിട്ടും കേട്ടോ. 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ നേർപകുതിയാണ് നമുക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം 1.5 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാനീ പറയുന്നത്. തീ ഓഫ് ചെയ്ത് വെച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തോണേ. പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് തക്കാളിയുടെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ചെറിയ തക്കാളി കൂടി അരച്ച് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി നിറം വന്നു കഴിഞ്ഞത് കണ്ടോ. മസാലകളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇത് പാത്രത്തിൽ നിന്ന് തനിയെ ഇളകി വരുന്നത് കാണാൻ സാധിക്കും. ഇതാണ് കേട്ടോ പരുവം. ഓർക്കുക, നമ്മളിപ്പോഴും പാത്രത്തിലേക്ക് തീ ഒട്ടും തന്നെ കൊടുത്തിട്ടില്ല. ആ ചൂടായിട്ടുള്ള എണ്ണയിൽ കിടന്നാണ് കേട്ടോ ഈ പൊടികളെല്ലാം തന്നെ വരണ്ടതായി ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു അളവ് വരെ മാത്രമേ ഈ മസാല മൂക്കാൻ പാടുള്ളൂ. ഇതിന് മുകളിൽ ഇത് മൂത്ത് കഴിഞ്ഞാൽ കറിയുടെ ടെക്സ്ചർ മുഴുവൻ മാറിപ്പോകും കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിൽ നിന്നും ഇപ്പോൾ ഇത്രയും വെള്ളവും എണ്ണയൊക്കെ ഊറി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത്. ഇനി ഈ ചിക്കനെ ഈ മസാലയിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഓരോ പീസിലും മസാലകൾ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം സമയമെടുത്ത് തന്നെ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ എല്ലാ മസാലയും ഈ ഓരോ പീസിലും പിടിച്ച് കിട്ടുകയുള്ളൂ. അവസാനം ഇതുപോലെ ഉണ്ടാവും. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇനി നമുക്ക് ബാക്കി പരിപാടി എന്താണെന്ന് നോക്കാം. നന്നായിട്ട് മസാല പിടിച്ചിരിക്കുന്ന ഈ ചിക്കനിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, അതിനെ അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഏകദേശം 1.5 കിലോ ചിക്കന് ഞാനിവിടെ 1 കിലോയോളം സവാളയാണ് കേട്ടോ വറുത്തെടുത്തിരിക്കുന്നത്. സവാളയുടെ അളവ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാളയുടെ അളവ് കൂടിപ്പോയാൽ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറ്റം വരും കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഈ 2 പൊടികളും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ച് ചതച്ചിട്ട് അതിനെ കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റോളം കൈ എടുക്കാതെ തീ സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. മസാലകൾ പെട്ടെന്ന് മൂത്ത് ടേസ്റ്റ് മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ കുറേ പേർക്ക് വേണ്ടി വെക്കുന്നത് കൊണ്ട് അത്യാവശ്യം വെള്ളം ചേർത്തേ മതിയാകൂ. അതിന് വേണ്ടിയിട്ട് ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിയിലേക്ക് ആദ്യമേ തന്നെ കുറേ അധികം വെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഈ കറി റെഡിയാക്കി എടുക്കാൻ പാടുള്ളൂ. ഞാൻ കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്തിരിക്കുന്നത്. എനിക്കൊരല്പം കൂടി കറി ആവശ്യമുള്ളത് കൊണ്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർക്കുമ്പോൾ എപ്പോഴും ആദ്യം കുറച്ചിട്ട് ഒന്ന് ഇളക്കി ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രമാണ് രണ്ടാമത് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റിന് വളരെയധികം വ്യത്യാസം വരും കേട്ടോ. ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ കറി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലവ് കുറച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് തേങ്ങാപ്പാലിൻ്റെ കാര്യം പറയാഞ്ഞത്. ഏറ്റവും അവസാനം മാത്രമേ പച്ചമുളക് അരിഞ്ഞിടാൻ പാടുള്ളൂ. ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിക്ക്. കണ്ടില്ലേ, ഇതുപോലെ ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. തേങ്ങാപ്പാൽ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈവനിങ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക.